ഈശോയിൽ സ്നേഹമുള്ളവരെ, പുതുപ്പാടി വിൻസെന്റിൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. ജൂബിലാത്തെ വചനവിരുന്നിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹമുള്ളവരെ, ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ ചില പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഒക്കെ പെട്ടുപോകുമ്പോൾ, ചില തകർച്ചകളിലൊക്കെ പെട്ടുപോകുമ്പോൾ എല്ലാ വഴികളും അടഞ്ഞു എന്ന് നമുക്ക് തോന്നാറുണ്ട്. ചില സമയങ്ങളിൽ ചില തകർച്ചകളിൽ ആരും എന്നെ സഹായിക്കാനില്ലല്ലോ എന്നും ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ പലപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം, നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരുമല്ല നമ്മളെ സഹായിക്കാൻ കടന്നു വരുന്നതും നമ്മൾ ആ പ്രശ്നങ്ങൾ അതിജീവിക്കുവാൻ സഹായിക്കുന്നു. ദൈവം അയക്കുന്ന വ്യക്തികളാണ് പലപ്പോഴും നമ്മളെ സഹായിക്കുന്നതും നമുക്ക് അനുഗ്രഹമായി മാറുന്നു. അങ്ങനെ ഒരു മനോഹരമായ സംഭവമാണ് ദാനിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. ദാനിയേലിന്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചിരുന്ന അതീവ സുന്ദരിയായ ദൈവഭക്തയായ സൂസന്ന എന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ്. ആ സ്ത്രീയുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വലിയ പ്രശ്നം വന്നപ്പോൾ അവരെ രക്ഷിക്കുവാനോ സഹായിക്കാനോ കടന്നു വന്നത് അവർ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന അവരുടെ ഭർത്താവായിരുന്നില്ല. അവർ വളരെയധികം സ്നേഹിച്ചിരുന്ന അവരുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ സുഹൃത്തുക്കളോ ആയിരുന്നില്ല അവരെ സഹായിക്കാൻ കടന്നു വന്നത്. അവരെ സഹായിക്കാൻ കടന്നു വന്നത് ദൈവം അയച്ച ഒരു വ്യക്തിയായിരുന്നു. ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ദാനിയേൽ എന്ന ഒരു ബാലനാണ് അവിടെ കടന്നു വന്ന് അവരെ സഹായിക്കും. നമുക്കറിയാം സംഭവം. സൂസന്നയുടെ അനുഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ചുരുക്കം ചില പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ചിലപ്പോൾ പരിചയമുണ്ടായിരിക്കണമെന്നില്ല. വിശുദ്ധ ഗ്രന്ഥവുമായിട്ട് വലിയ പരിചയമില്ലാത്തവർക്ക് സൂസന്നയെ നമുക്കറിയാം. ബാബിലോണിൽ താമസിച്ചിരുന്ന വലിയ സമ്പന്നനായിരുന്ന യോവാക്കീം ആദരണീയനായ വ്യക്തിയാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആ വലിയ പ്രഭു കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ അതിസുന്ദരിയായ ഒരു സ്ത്രീ, സൗന്ദര്യത്തെക്കാൾ ഉപരിയായി ദൈവഭക്തയായ ദൈവത്തിൽ ആശ്രയിച്ചിരുന്ന സൂസന്ന, കുലീന സ്വഭാവമുള്ള സൂസന്ന. അവളുടെ സൗന്ദര്യം എല്ലാവരെയും ആകർഷിക്കുന്നതായിരുന്നുവെന്നും വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിലാണ് അവൾ ആശ്രയിച്ചത്. ആ സഹോദരി ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത് നമുക്കറിയാം. അറിയാത്തവര് ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായം വായിച്ചു നോക്കുക. അവരുടെ ഇടയിൽ തന്നെയുള്ള 2 ശ്രേഷ്ഠന്മാർ നീതിയും ന്യായവും നടപ്പിലാക്കുന്നതിനും ജനത്തിന് സംരക്ഷണം നൽകുന്നതിനുമായിട്ട് ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത അവരുടെ ഇടയിലുള്ള 2 ശ്രേഷ്ഠന്മാര്. അവർ നീതിയൊക്കെ മറന്നു, അവർ ധർമ്മമൊക്കെ മറന്നു. അവർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ജഡികമായ അഭിലാഷങ്ങൾക്കും അവർ പെട്ടുപോവുകയാണ്. അങ്ങനെ അവർ തെറ്റ് ചെയ്യാൻ ഈ സഹോദരിയെ പ്രേരിപ്പിക്കുകയും നിർബന്ധിക്കുകയുമാണ്. നമുക്കറിയാവുന്ന കഥയാണത്, നമുക്കറിയാവുന്ന സംഭവമാണ്. പക്ഷേ ഈ സൂസന്നയുടെ വാക്കുകളും ദൈവത്തിലുള്ള ആശ്രയവും അത് ഏത് കാലത്തും ഏത് മനുഷ്യർക്കും വളരെയധികം പ്രചോദനം നൽകുന്നതും വളരെയധികം ശക്തി തരുന്നതുമാണ്. സൂസന്ന മനുഷ്യരോട് പറഞ്ഞു, ആ മനുഷ്യർ 2 ശ്രേഷ്ഠന്മാരാണ്. അവർ പറഞ്ഞു, അവരോടൊപ്പം പാപം ചെയ്യുവാൻ സഹകരിച്ചില്ല എങ്കിൽ നീ ഇവിടെ ഒരു യുവാവുമായിട്ട് പാപം ചെയ്യുകയായിരുന്നു എന്ന് ഞങ്ങൾ വിളിച്ചു പറയും. അങ്ങനെ എല്ലാവരും നിനക്കെതിരായിട്ട് തിരിയും. നിന്നെ മറ്റുള്ളവരെല്ലാവരും ചേർന്ന് കല്ലെറിഞ്ഞ് കൊല്ലും, ഭീഷണിപ്പെടുത്തി. പക്ഷെ അപ്പോഴും ഈ സൂസന്ന പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളുടെ പിടിയിൽ പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതെ, ആ സഹോദരിയുടെ ആ ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിലുള്ള വിശ്വാസം വളരെ വലുതായിരുന്നു. വലിയ പ്രതിസന്ധിയിലാണ് ഈ സൂസന്ന നിൽക്കുന്നത്. കാരണം ആ 2 ശ്രേഷ്ഠന്മാരുടെ അവരുടെ ദുഷ്ട താല്പര്യങ്ങൾക്ക്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അവൾ വഴങ്ങിയില്ല. അപ്പോൾ അവർ ഉച്ചത്തിൽ ബഹളം വെച്ചു. ആളുകളൊക്കെ ഓടി വന്നു, അവരോട് പറഞ്ഞു, ഈ 2 ശ്രേഷ്ഠന്മാരാണ് അവരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ശ്രേഷ്ഠന്മാർ, നീതിയും ന്യായവും ധർമ്മവും നടപ്പിലാക്കേണ്ടവർ. അവർ മറ്റുള്ള ജനങ്ങളോട് എല്ലാവരോടും പറഞ്ഞു, ഇവൾ ഈ തോട്ടത്തിൽ പാപം ചെയ്യുകയായിരുന്നു, ഒരു യുവാവുമൊത്ത് പാപം ചെയ്യുകയായിരുന്നു, ഞങ്ങളത് ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു എന്ന് വലിയൊരു നുണ ഈ 2 ശ്രേഷ്ഠന്മാരും പറയുകയാണ്. അപ്പൊ ഈ ജനം, ഇവരെ തെരഞ്ഞെടുത്ത ജനം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഈ ശ്രേഷ്ഠന്മാരിങ്ങനെ ഒരു നുണ പറയുമെന്ന്. ഇവരിൽ ഇങ്ങനെയൊക്കെയുള്ള സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടെന്ന് അവരറിയുന്നില്ല. പക്ഷെ അവരൊരു ദൈവത്തോട് ആലോചന ചോദിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും നിൽക്കുന്നില്ല, കണ്ണടച്ച് വിശ്വസിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം
ഈ സൂസന്നയെ കൊലക്കളത്തിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ ഈ സൂസന്ന കണ്ണീരോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അതാണ് ദൈവത്തിലുള്ള ആശ്രയം. അവസാന നിമിഷങ്ങളിൽ പോലെ എല്ലാ വഴികളും അടഞ്ഞു എന്ന് സൂസന്നയ്ക്ക് ആ സമയത്ത് തോന്നുന്നുണ്ടാകാം. സൂസന്നയുടെ മനസ്സിൽ അങ്ങനെ ചിന്തകൾ വരുന്നുണ്ടാകാം. എല്ലാ വഴികളും അടഞ്ഞല്ലോ, ആരും തന്നെ സഹായിക്കാനില്ലല്ലോ എന്നൊക്കെ സൂസന്ന ചിന്തിക്കുന്നുണ്ടാകാം. അപ്പോഴും വചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, അപ്പോൾ സൂസന്ന 13-ാം അധ്യായം 42 തിരുവചനം, സൂസന്ന ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, നിത്യനായ ദൈവമേ, രഹസ്യങ്ങളെ വിവേചിക്കുന്നവനെ, വസ്തുക്കൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അവയെ അറിയുന്നവനെ, ഇവർ എനിക്കെതിരായി കള്ളസാക്ഷ്യം പറഞ്ഞെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. ഞാനിതാ മരിക്കാൻ പോകുന്നു. എങ്കിലും എനിക്കെതിരെ ദുഷ്ടതയോടെ ആരോപിക്കുന്ന ഈ കാര്യങ്ങളിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അവൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചു. കർത്താവ് നിലവിളി കേട്ടു. സ്നേഹമുള്ളവരെ, തൻ്റെ മുമ്പിൽ മരണമാണ്. രക്ഷപ്പെടുന്ന പോലും അവൾക്കൊരു ചിന്തയില്ല. ആ രക്ഷപ്പെടുമെന്നുള്ള ചിന്ത പോലും ഇല്ലാത്ത സമയത്തും അവൾ കർത്താവിനോട് പറയുന്നതാണ്, കർത്താവിന് മുമ്പിൽ പാപം ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അങ്ങ് അറിയുന്നല്ലോ. ആ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. സ്നേഹമുള്ളവരെ, അവൾ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ദൈവം ഇടപെടുന്നതും ദാനിയേൽ കടന്നു വരുന്നു. പക്ഷെ നമ്മളെ അതിശയിപ്പിക്കുന്ന ചില ചിന്തകളാണ് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പലപ്പോഴും ഈ ജീവിത പ്രതിസന്ധിയിൽ സൂസന്നയെ രക്ഷിക്കുവാൻ കടന്നു വന്നത് അവൾ വളരെയധികം സ്നേഹിച്ചിരുന്ന, വളരെയധികം വിശ്വാസം അർപ്പിച്ചിരുന്ന അവളുടെ ഭർത്താവായിരുന്നില്ല. ഒരുപക്ഷെ അവളുടെ മാതാപിതാക്കൾ അവിടെയുണ്ട്, അവരും വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്കും സഹായിക്കാൻ സാധിച്ചില്ല. അവരാരും കടന്നു വന്നില്ല. അവരും ഒരുപക്ഷെ ആ തെറ്റായ കാര്യം, തെറ്റായിട്ടുള്ള പ്രചരണം വിശ്വസിച്ചു. ഈ സൂസന്നയ്ക്ക് ഒത്തിരിയേറെ സുഹൃത്തുക്കളുണ്ടായിരുന്നു, തോഴിമാരുണ്ടായിരുന്നു. അവരാരും കടന്നു വന്നില്ല രക്ഷിക്കാൻ. പക്ഷേ അവിടെ കടന്നു വന്നത് ഒരിക്കലും അവൾ പ്രതീക്ഷിക്കാത്ത ഒരു യുവാവാണ്. ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്തൊരു യുവാവാണ്. ആ യുവാവിനെ അയച്ചത് ദൈവമാണ്. ദൈവം അയച്ചതിൻ്റെ കാരണം ഇവൾ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയാണ്. നമ്മളെപ്പോഴും തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യം, നമ്മളുടെ ജീവിതവും പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരുമായിരിക്കുകയില്ല നമ്മൾ സഹായിക്കുന്നത്. അത് സാമ്പത്തിക പ്രതിസന്ധിയാകട്ടെ, എല്ലാവരും നമ്മൾ ഒറ്റപ്പെടുത്തുന്ന ഒരു പ്രതിസന്ധിയാകട്ടെ, ഒരു തെറ്റിദ്ധാരണയാകട്ടെ, ആരും കൂടെയില്ല എന്ന് നമ്മൾ കരുതുന്ന നിമിഷങ്ങളാകട്ടെ, എല്ലാ വഴികളും അടഞ്ഞുപോയി എന്ന് നമ്മൾ ചിന്തിക്കുന്ന നിമിഷങ്ങളാകട്ടെ, നമ്മൾ പ്രതീക്ഷിക്കുന്നവരൊന്നും ആയിരിക്കുകയില്ല നമ്മൾ രക്ഷിക്കാനും സഹായിക്കാനും കടന്നു വരുന്നത്. അത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതാനുഭവമാണ്. അതുതന്നെയാണ് ഈശോ ഈ സൂസന്നയുടെ അനുഭവത്തിലൂടെ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഓർക്കുക, ഒരു കുടുംബം, ആ കുടുംബത്തിൽ നല്ലൊരു കമ്പനിയാണ് അവർക്ക്. ആ കമ്പനി നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകുമ്പോൾ അപ്പോൾ ഈ കമ്പനിയുടെ ഉടമസ്ഥനായിട്ടുള്ള വ്യക്തിക്ക്, അദ്ദേഹത്തിന് 4 മക്കളുണ്ട്. ആ 4 മക്കളിൽ ഏറ്റവും ഇളയ മകൻ, ആ ഇളയ മകന് അല്പം കഴിവുകൾ കുറവാണ്, പഠിപ്പൊക്കെ കുറവാണ്. അവനെ കാര്യമായിട്ട് കമ്പനി കാര്യങ്ങളിലൊന്നും ഏൽപ്പിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ മറ്റുള്ള 2-3 പേരെയൊക്കെയാണ് കൂടുതൽ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്നതും അവർക്കാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതും. ഈ അപ്പൻ വിശ്വസിച്ചിരുന്നതും കരുതിയിരുന്നതും അവർ 3 പേരും ആ കമ്പനി വേണ്ട വിധത്തിൽ നന്നായിട്ട് കൊണ്ടുപോകും എന്നൊക്കെയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ച് വർഷങ്ങൾ കടന്നുപോയി. അദ്ദേഹം ഒരു രോഗിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹം രോഗിയായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ വാസ്തവത്തിൽ അദ്ദേഹം വിശ്വസിച്ച് ഏൽപ്പിച്ചിരുന്ന ആദ്യത്തെ 3 മക്കളും അവർക്ക് കാര്യമായിട്ടൊന്നും ആ കമ്പനിക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അവരൊക്കെ അവരുടേതായ കുറേ സ്വാർത്ഥ താല്പര്യങ്ങളും അവരുടേതായ കുറേ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ പോയപ്പോൾ ഈ ഇളയവനായ മകൻ ഒത്തിരി കഴിവുകളൊന്നുമില്ലെങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ആ കമ്പനിക്ക് വേണ്ടി മുമ്പോട്ട് പോവുകയാണ്. പിന്നീട് ഒരു അവസരത്തിൽ ഈ കമ്പനി വലിയൊരു തകർച്ചയിലൂടെ കടന്നുപോയി. ഈ കമ്പനി തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ ഈ അപ്പൻ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരുന്ന 3 പേരും അവിടെ നിന്ന് സ്ഥലം വിട്ടു. അവർ പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, ഇത് വലിയ കടബാധ്യതയിലാണ്, ഇനി ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്നും നോക്കി നടത്താൻ സാധിക്കുകയില്ല എന്നവർ പറഞ്ഞു. സ്നേഹമുള്ളവരെ, ആ സമയത്ത് ഈ അപ്പൻ തള്ളിക്കളഞ്ഞിരുന്ന ഈ 4ാമത്തെ മകനാണ് അപ്പനെ വിട്ടുപോകാതെ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നോക്കി കഠിനാധ്വാനം ചെയ്ത് പതുക്കെ പതുക്കെ ആ കമ്പനി ഉയർത്തിക്കൊണ്ടുവന്നത്. ഇപ്പൊ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയാ. പല കുടുംബങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ മാതാപിതാക്കൾ തള്ളിക്കളഞ്ഞ ചില മക്കളാണ് അവരുടെ അവസാന കാലഘട്ടങ്ങളിൽ അവരെ ശുശ്രൂഷിക്കാനും നോക്കാനും അവരെ സ്നേഹിക്കാനും ഒക്കെ കൂടെ നിൽക്കുന്നത്. പലപ്പോഴും
നമ്മൾ പ്രതീക്ഷിക്കുന്നവരല്ല നമ്മളെ സഹായിക്കുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്നവരല്ല നമ്മളുടെ അരികിൽ ഉണ്ടാകുന്നു എന്നുള്ള വലിയൊരു സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ സൂസന്നയുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യരിലല്ല നമ്മൾ പ്രത്യാശ വയ്ക്കേണ്ടത്. നമ്മൾ പ്രത്യാശ വയ്ക്കുന്ന മക്കളോ, നമ്മൾ പ്രത്യാശ വയ്ക്കുന്ന സുഹൃത്തുക്കളോ, നമ്മൾ പ്രത്യാശ വയ്ക്കുന്ന മറ്റുള്ള ആരെങ്കിലും ഒന്നും ആയിരിക്കുകയില്ല. വലിയ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ പെടുമ്പോൾ നമ്മളെ സഹായിക്കാനും നമ്മളെ രക്ഷിക്കാനും ഒക്കെ കടന്നു വരുന്നത്, നമ്മളെ സഹായിക്കാനും രക്ഷിക്കാനൊക്കെ കടന്നു വരുന്നത് ദൈവം അയക്കുന്ന നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളായിരിക്കും. എത്രയോ വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുള്ള അനേകർ എൻ്റെ അടുത്ത് പങ്കുവച്ചിട്ടുണ്ട്. അച്ഛാ, വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു, പക്ഷേ കുറേ പ്രാർത്ഥിച്ചു, ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഒരു വ്യക്തി എന്നെ സഹായിച്ചു, അല്ലെങ്കിൽ ചില വ്യക്തികൾ എന്നെ സഹായിച്ചു, അങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അതുതന്നെയാണ് സത്യം. രോഗികളായിരുന്ന എത്രയോ പേർ പങ്കുവച്ചിരുന്നു, അവരെ ആരും ആശുപത്രിയിൽ കൊണ്ടുപോകാനോ നോക്കാനോ ഇല്ലായിരുന്നു, പക്ഷേ ദൈവം ചിലരെ അയച്ചു, അവർ കടന്നു വന്നു, അവർ ഞങ്ങളെ സഹായിച്ചു, ആശുപത്രിയിൽ പോയി. എത്രയോ വൃദ്ധ മാതാപിതാക്കൾ, അവർ പ്രതീക്ഷിച്ച പലരും അവരുടെ കൂടെ നിന്നിട്ടില്ല, പക്ഷെ ദൈവം ആരെങ്കിലുമൊക്കെ അയച്ചു. അപ്പോൾ സ്നേഹമുള്ളവർ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യം, മനുഷ്യരിൽ നിന്നല്ല നമുക്ക് സഹായം ലഭിക്കാൻ പോകുന്നത്, ദൈവത്തിൽ നിന്നാണ് സഹായം ലഭിക്കാൻ പോകുന്നത്. അതിന് സൂസന്ന നമുക്ക് വലിയൊരു മാതൃകയാണ്. വിശുദ്ധമായൊരു ജീവിതം നയിക്കുക, ദൈവഭക്തിയിൽ വളരുക, ദൈവത്തിൽ ആശ്രയിക്കുക, ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലും ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക, നമ്മുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. എല്ലാ വഴികളും അടഞ്ഞെന്ന് തോന്നുമ്പോൾ ദൈവത്തിന് നമുക്ക് വേണ്ടി വഴി തുറക്കാൻ പറ്റും. ആരും നമ്മളെ സഹായിക്കാനില്ല എന്ന് നമുക്ക് തോന്നുമ്പോൾ ദൈവം ആരെയെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് നമ്മുടെ സഹായത്തിനയക്കും. അതാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൽ ആശ്രയിക്കാം. മനുഷ്യരിലോ ഈ ലോകത്തിലുള്ള എന്തെങ്കിലും വസ്തുക്കളിലോ സാഹചര്യങ്ങളിലോ നമ്മൾ നമ്മുടെ ആശ്രയം വയ്ക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാനും നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമുള്ളപ്പോൾ സഹായം ദൈവം തരും. ഈ സൂസന്നയുടെ ജീവിത വിശുദ്ധിയും നന്മകളും ദൈവാശ്രയബോധവും നമുക്ക് ലഭിക്കട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി തുടർന്നുള്ള ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കാരുണ്യം ആരാധ്യനേ, കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ എന്നെന്നും ആരാധന. ദിവ്യകാരുണ്യമേ ആരാധ്യനേ, കരുണാർദ്ര സ്നേഹമേ ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ എന്നെന്നും ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, മനുഷ്യ മക്കളോടൊപ്പം എപ്പോഴും ആയിരിക്കുവാനുള്ള ആഗ്രഹത്താൽ ഈശോ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ജീവിതങ്ങളിലേക്കും കുടുംബത്തിലേക്കും കടന്നു വരുമ്പോൾ ദിവ്യകാരുണ്യ ഈശോയുടെ സ്നേഹത്തെ ഓർത്ത്
നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ഈശോയ്ക്ക് നമ്മളെ അലട്ടുന്ന പ്രതിസന്ധികൾ അറിയാം. നമ്മളെ അലട്ടുന്ന രോഗങ്ങളും നമ്മൾ കടന്നു പോകുന്ന തകർച്ചകളുമെല്ലാം അറിയാം. നമ്മൾ വചനത്തിലൂടെ ധ്യാനിക്കുകയായിരുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ജീവിത വിശുദ്ധിയിൽ മുന്നേറുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞു എന്ന് തോന്നുമ്പോൾ ദൈവം വഴി തുറക്കുന്നതും, ആർക്കും ഇനി സഹായിക്കാൻ സാധിക്കുകയില്ല എന്ന് ചിന്തിക്കുന്ന സമയങ്ങളിൽ ദൈവം സഹായിക്കുവാൻ ആളുകളെ അയക്കുന്നതും നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. അതെ, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ സൂസന്ന എന്ന സഹോദരിയെ കൊലക്കളത്തിൽ നിന്നും ദൈവം ദാനിയേലിനെ അയച്ച് രക്ഷപ്പെടുത്തുന്ന അത്ഭുതകരമായ സംഭവം നമ്മൾ ധ്യാനിക്കുകയായിരുന്നു. സ്നേഹമുള്ളവരെ, ഒത്തിരിയേറെ പാഠങ്ങൾ നമുക്കതിൽ നിന്ന് പഠിക്കുവാനുണ്ട്. ഒരിക്കലും ആ സഹോദരി പ്രതീക്ഷിച്ച ഒരു വ്യക്തിയല്ല വന്ന് അവരെ സഹായിക്കുന്നത്. സൂസന്നയുടെ ഭർത്താവിനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം നല്ല സമ്പത്തുള്ള വ്യക്തിയാണ്, എല്ലാവർക്കും ആദരണീയനുമായ വ്യക്തിയായിരുന്നു. പക്ഷേ തൻ്റെ ഭാര്യയുടെ പ്രതിസന്ധിയിൽ അദ്ദേഹത്തിന് സഹായിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അദ്ദേഹം അതിന് വേണ്ടത്ര പരിശ്രമിച്ചില്ല. അതോടൊപ്പം സുഹൃത്തുക്കള്, ഈ സൂസന്നയുടെ മാതാപിതാക്കള്, സഹോദരി സഹോദരങ്ങള്, അവളുടെ തോഴിമാര്, അവർക്കാർക്കും അവളെ സഹായിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഒരിക്കലും അവൾ പ്രതീക്ഷിക്കാതിരുന്ന ഒരാളെ ദൈവം അയച്ചു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അതാണ്. നമ്മൾ സഹായിച്ചിട്ടുള്ളവരും നമ്മൾ സ്നേഹിച്ചിട്ടുള്ളവരും നമുക്കൊരാവശ്യം വരുമ്പോൾ സഹായിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നവരുമൊന്നും ആയിരിക്കുകയില്ല നമ്മളെ സഹായിക്കാനെത്തുക. നമ്മുടെ ജീവിതത്തിൽ ഓടി വന്ന് സഹായങ്ങൾ ചെയ്യുക. പലപ്പോഴും ദൈവം അയക്കുന്ന അപരിചിതരായിട്ടുള്ള വ്യക്തികളാണ് നമ്മളെ സഹായിക്കുന്നത്. ഇതിലൂടെ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വലിയ സത്യം ഇതാണ്: മനുഷ്യരിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്, ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. സൂസന്ന ദൈവത്തിൽ ആശ്രയിച്ചു. സൂസന്ന ദൈവത്തോട് ഭക്തിയുള്ള ഒരു സ്ത്രീയായി അവൾ ജീവിച്ചു. ദൈവത്തിനെതിരെ, കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവൾ സമ്മതിച്ചില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയങ്ങൾ അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ അവൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ദൈവം സഹായിക്കാനായിട്ട് അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയെ അങ്ങോട്ടേക്ക് അയച്ചു. അതേ സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മക്കളിൽ നിന്ന് ആകണമെന്നില്ല മാതാപിതാക്കൾക്ക് സഹായം ലഭിക്കുവാൻ പോകുന്നത്. നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്നാകണമെന്നില്ല നമുക്കൊരു സഹായം ലഭിക്കുന്നത്. പലപ്പോഴും അപരിചിതരിൽ നിന്നാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നാണ് പലപ്പോഴും നമുക്ക് സഹായങ്ങൾ ലഭിക്കുന്നത്. കാരണം അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഇടപെടലുകളുണ്ട്. അപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിലെല്ലാം സമർപ്പിക്കുക. ദൈവം നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും. ആ സൂസന്നയുടെ വിശ്വാസം ദൈവമേ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിത വിശുദ്ധിയെ സ്നേഹിക്കാനും കർത്താവിൽ ആശ്രയിക്കുവാനുള്ള വിശ്വാസവും ബോധ്യവും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. എല്ലാ പ്രാർത്ഥനകളും എല്ലാ നിയോഗങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കുക.
അതിശയമെന്നു ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിൻ്റെ മഹത്വം നിഴൽ വിരിക്കും, ദൈവത്തിൻ്റെ കരത്തിൽ നീ വസിക്കും. അതിശയമെന്നു ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിൻ്റെ മഹത്വം നിഴൽ വിരിക്കും, ദൈവത്തിൻ്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പങ്കെടുക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കുന്നു. യേശുവേ സുഖപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. മഹത്വം 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 മഹത്വം. യേശുവേ മഹത്വം കർത്താവേ മഹത്വം കർത്താവേ. എല്ലാവരും അനുഗ്രഹിക്കണം, എല്ലാവരും സുഖപ്പെടുത്തണമേ. യേശുവേ ഒരാളെ പോലും വെറുകയോടെ പറഞ്ഞയക്കരുത്. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. മഹത്വം 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 മഹത്വം. യേശുവേ ആരാധന ആരാധന. സ്നേഹമുള്ളവരെ, നമുക്ക് ഈശോയുടെ ആ കരുണയിലും സ്നേഹത്തിലും നമുക്ക് ആശ്രയിക്കാം. ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് തോന്നുമ്പോഴും, ആരും നമ്മളെ സഹായിക്കാനില്ല എന്ന് നമുക്ക് തോന്നുമ്പോഴും ഓർക്കുക, ദൈവത്തിന് വഴി തുറക്കാൻ സാധിക്കും. കർത്താവിന് നമ്മളെ സഹായിക്കാൻ ആളുകളെ അയക്കാൻ സാധിക്കും. ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും സൂസന്നയെ പോലെ ദൈവഭക്തിയിലും ജീവിത വിശുദ്ധിയിലും നമ്മൾ മുന്നേറിയാൽ, ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് സാധിച്ചാൽ, ദൈവം എങ്ങനെയെങ്കിലും നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടും, നമ്മളെ സഹായിക്കും. ഈ ഒരു വലിയ വിശ്വാസവും ബോധ്യവും പ്രത്യാശയും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലും ഇന്ന വ്യക്തികളിൽ നിന്ന് തീർച്ചയായിട്ടും എനിക്ക് സഹായം ലഭിക്കും. അമിതമായ ആത്മവിശ്വാസവും പ്രത്യാശയും മനുഷ്യരിൽ ആരിലും നമ്മൾ വയ്ക്കേണ്ട. ചിലപ്പോൾ അതൊക്കെ നിരാശയിലേക്ക് കൊണ്ടുപോകും. ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ബോധ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.